ഹായ് ഹലോ. ബുച്ചി ബാബു സംവിധാനം ചെയ്യുന്ന രാം ചരൺ പ്രധാന വേഷത്തിലെത്തുന്ന പിറ്റി എന്ന ഫിലിം തിയേറ്ററിൽ പോയിട്ട് കണ്ടിറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഫിലിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഫിലിം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്നതാണ് ഫിലിമിൻ്റെ ട്രെയിലറിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്ന ചക് ദേ ഇന്ത്യ ആയിക്കോട്ടെ, അതുപോലെ അത്തരത്തിലൊരു ഫിലിം നമുക്ക് തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അതിന് ചെറിയ ക്ലിപ്സ് പോലും നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ പോലും നമുക്ക് എത്രത്തോളം ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്ക് അറിയുന്നതാണ്. ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 100% പറയാൻ പറ്റും, നിങ്ങൾക്ക് അത്തരത്തിലൊരു വികാരം ഒന്നും തോന്നുകയില്ല. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിനോ ആർക്കും വേണ്ടാത്ത ഒരു കുഗ്രാമത്തിൽ നിന്നും അതിന് ഡെവലപ്മെൻറ്റായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹം നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, പിന്നെ ക്രിക്കറ്റ് മാറുന്നു, ഒരു ഗുസ്തിയിലേക്ക് പോകുന്നു. അങ്ങനെ വ്യത്യസ്ത സ്പോർട്സിൻ്റെ ടെറൈനുകളിൽ ഈ ഒരു ഹീറോ തന്നെ വ്യത്യസ്തമായ രീതിയിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു ചുരുക്കക്കഥ. പക്ഷേ എത്രത്തോളം അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കത് അത്രത്തോളം ഓക്കെ ആയിരുന്നില്ല. സെക്കൻഡ് ഹാഫ് പിന്നെയും കുറച്ചൊരു നമ്മളെ പിടിച്ചിരുന്ന രീതിയിലൊക്കെ തോന്നി. ഈ കുസ്തിയൊക്കെ വരുന്ന സമയത്ത് ഈ രാം ചരണിനെ സ്ക്രീൻ ബൈ സ്ക്രീനിലും അതുപോലെ തന്നെ ഓരോ സ്ക്രീനിൽ കാണുമ്പോഴും അദ്ദേഹം അത്രയും ഭംഗിയും പിന്നെ അതുപോലെ തന്നെ മസ്കുലറായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ ഫിലിമിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ആ ഫിലിമിൽ അദ്ദേഹത്തെ കാണാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലുപരി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിലും നമുക്കൊരു കുറ്റം പറയാനോ കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളൊന്നും ഫിലിമിലില്ല. ഏകദേശം 300 കോടിയോളം ചിലവാക്കിയിട്ടുള്ളൊരു പടമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ വൺ ടൈം വാച്ചബിളായ ഒരു ഫിലിമാണ് കേട്ടോ. തിയേറ്ററിൽ നിന്ന് വെറുത്തെണീച്ച് പോകേണ്ടി വരിക എന്നൊക്കെ അത് ഓരോ ആൾക്കാരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പേഴ്സണലി എനിക്ക് തിയേറ്ററിലിരുന്ന് വൺ ടൈം വാച്ചബിളായ ഒരു മൂവി കാണുന്ന രീതിയിലേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ചക് ദേ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ പ്രശസ്തമായ ഇന്ത്യൻ സിനിമകളിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന സ്പോർട്സ് ആക്ഷൻ ഡ്രാമകളിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് എൻ്റെ സംശയം. കാരണം ചക് ദേ ഇന്ത്യയൊക്കെ കണ്ടു വളർന്ന ഞങ്ങൾക്ക് ഈ ഫിലിമിനെ അത്തരത്തിലുള്ള ഒരു ജോണറിലേക്ക് ഉൾപ്പെടുത്തി കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച അവരുണ്ടല്ലോ, അത്തരത്തിൽ അവരുടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഫിലിമിൻ്റെ ഉടനീളം അല്ലെങ്കിൽ ഫിലിമിൻ്റെ ചില പോർഷനുകളിൽ ഇവരുടെ ഈ ഒരു പ്രസൻസ് ഫിലിമിനെ ഒരു ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് കേട്ടോ. അത്തരത്തിലൊരു ആവശ്യകത ഉണ്ടായിരുന്നോ എന്നെനിക്ക് അറിയില്ല. എനിക്കത് തീരെ ഒരു എന്താ പറയുക സിങ്ങായി പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിലുപരി ഫിലിമിൽ നമുക്ക് പറയാനുള്ളത് AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ഫിലിം ഓൾറെഡി ഇത്തരത്തിലൊരു വ്യൂവിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ആ മ്യൂസിക്കും അങ്ങനെ 100% എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ഫിലിം വൺ ടൈം തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്നൊരു ചിത്രമായിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ പറയുന്നതൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ. എൻ്റെ ഒരു റിവ്യൂ കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫിലിമിനെ എന്താ പറയുക മോശമാണെന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഈ വീക്കെൻഡിൽ നിങ്ങളൊരു ഫിലിം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കാട്ടാളനോ ദൃശ്യം 3യോ ഈ പിറ്റിയോ ഇതൊന്നും കാണുന്നതിന് പകരം ബ്ലാസ്റ്റ് കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ 100% വേർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ ഞാൻ കണ്ട ഫിലിമിൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ ഞാൻ കണ്ട നല്ലൊരു ഫിലിമായിരിക്കും ഈ ബ്ലാസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രാം ചരണിനോട് അത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷനൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ രാം ചരൺ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഈ ഫിലിം കാണാം. അല്ലാത്ത പക്ഷം ഒരു AR റഹ്മാൻ മ്യൂസിക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത്തരത്തിലൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഫിലിമാണ്. പിന്നെ എത്രത്തോളം ഇത് നെഗറ്റീവ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നിന്ന്
എഴുന്നേറ്റ് പോകേണ്ടി വരുന്നൊരവസ്ഥയൊന്നും ഫിലിം നമുക്ക് തരുന്നില്ല കേട്ടോ. നമുക്ക് 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ ഇരിക്കാം, ഫിലിം കാണാം, ഒരു ഓക്കെ ലെവൽ ഫിലിമായിട്ട് തിരിച്ചു വരാം. അല്ലാതെ എത്രത്തോളം എന്നില്ല, കൂടുതൽ പ്രതീക്ഷകൾ ഈ ആക്ഷൻ ഡ്രാമ എന്ന് അല്ല, സോറി, ഈ സ്പോർട്സ് ആൻഡ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുമ്പോൾ ചക് ദേ ഇന്ത്യയൊക്കെ പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും അവിടെ കിട്ടില്ല. പക്ഷേ 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറെ അല്ല ആക്ടേഴ്സിനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ കണ്ടൊരു വൈബായിട്ട് പോകാൻ പറ്റുന്നൊരു ഫിലിമാണ്. പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് ഈ വീക്കെൻഡിൽ നിങ്ങൾ നല്ലൊരു ഫിലിം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ബ്ലാസ്റ്റാണ് പറയാൻ പറ്റുക കേട്ടോ. മറ്റ് പല ഫിലിമുകളെയും തള്ളി മാറ്റിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ നന്നായിട്ട് റൺ ചെയ്യുന്നൊരു ഫിലിം ബ്ലാസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പേഴ്സണലി കേട്ടോ. പിന്നെ പിറ്റിയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇത്ര മാത്രമാണ്. ഞാൻ പ്രതീക്ഷിച്ചിടത്തോളം ഈ ഫിലിം എത്തിയിട്ടില്ല. ഞാൻ ട്രെയിലറൊക്കെ കണ്ട് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വരാത്തത് കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ആ ഫിലിം ഇഷ്ടപ്പെടാണ്ടിരുന്നത്. പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ ഫിലിം കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ.